എങ്ങനെ ഗ്ലാൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നിന്ന് ഈ ലെങ്ത്തിലേക്ക് DBക്ക് എത്താനുള്ള സ്പേസാണ്. ഇവിടെ കത്തി വെച്ച് കട്ടാക്കിയിട്ടുണ്ട്. ആർമർ കണ്ടിട്ടുണ്ട്. ആർമർ കാണുന്ന റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കത്തി വെച്ച് ഇതിൻ്റെ സ്ലീവ് മൊത്തം ഊരണം. സ്ലീവ് മൊത്തം ഊരിയിട്ടുണ്ട്. സ്ലീവ് ഇതങ്ങനെ ഇതിലൊക്കെ കീറി ഇവിടെ ഈ എൻഡ് കീറാതെ ഇങ്ങനെ സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മൊത്തം കീറി എടുത്തിട്ടുണ്ട്. ഇനി ഈ എൻഡ് എന്ത് ചെയ്യുക, ഈ കുറച്ച് ഉള്ളോട്ട് വലിക്കുക. കേബിള് ഇവിടെ മുതൽ ഊരിയെടുത്ത് ഇവിടം വരെ സ്റ്റോപ്പ് ചെയ്തിട്ട്, കയ്യിൽ മൊബൈലുണ്ടായിട്ടാണ് ഇത് ലേശം താഴോട്ട് വലിക്കുക. കാണിച്ചുതരാം. കുറച്ച് താഴോട്ട് വലിച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് ഗ്ലാൻഡ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാൻഡ് ഇത് മൊത്തം ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അലുമിനിയം ചിതറിപ്പോവും. ചിതറാതെ അത് കോർക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് കട്ട് ചെയ്യാതെ ഇട്ടിച്ചത്. അപ്പോൾ ആദ്യം ഇത് കോർക്കുക. ഈ ത്രെഡ് ചെറിയ നെട്ടുള്ള കോർക്കുക. ശേഷം ഒരു വാഷർ ഇടുക. പിന്നെ റബ്ബർ വാഷ് ഇടുക. വീണ്ടും വാഷർ ഇടുക. പിന്നുള്ളത് ഒരു വാഷർ കൂടി ഉണ്ട്. അത് ഈ കമ്പി കട്ട് ചെയ്തിട്ടാണ്. അത് കാണിച്ചു തരാം. ഈ ചെറിയ വാഷർ കട്ട് ചെയ്യുന്ന വാഷർ ഇടുക, റബ്ബർ വാഷർ ഇടുക, അതേപോലത്തെ കട്ട് ചെയ്യുന്ന വാഷർ വീണ്ടും ഇടുക. ആദ്യം ഇതിടുക, ഈ ത്രെഡ് ഇടുക, പിന്നെ ഈ ഓർഡറിലിടുക. ഈ ഓർഡറിലിട്ടിട്ട് ഇത് കയറ്റിയതിന് ശേഷം, ഇതിന് മുകളിൽ കൂടെ ഇത് കയറ്റിയതിന് ശേഷം ഈ ഫുള്ളാക്കാതെ മുറിച്ച് വെച്ച ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കുക. താഴോട്ട് ഇറക്കുക. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഇതിൻ്റെ തല ചെതറിപ്പോയി. ആ ചെതറിപ്പോയാൽ ഇത് കോർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ അടിയിലോട്ട് കൊണ്ടുവരിക. അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു രീതിയിൽ അടിയിൽ കൊണ്ടുവന്ന് വെക്കുക. ഇതിവിടെ സ്റ്റോപ്പായി. വേണമെങ്കിൽ ഇവിടെ ഒരു ടാപ്പ് അടിച്ചു കൊടുക്കാം. ഇവിടെ ഇൻസുലേഷൻ ടാപ്പ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റബ്ബറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കുറച്ച് ടൈറ്റിൽ റൗണ്ടിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ചെയ്യാം. അപ്പോഴേ ഈ റിങ് ടൈറ്റിൽ നിൽക്കുകയുള്ളൂ. ഈ റിങ് ഒരു ചെറിയ ലൂസുണ്ട്, ആ ലൂസ് കളയാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു റിങ് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസ് മുറിച്ചാണ്ട് റൗണ്ടാക്കിയിട്ട് ഈ കേബിളിൻ്റെ ആർമറിൻ്റെ ഈ കോട്ടിങ്ങിൻ്റെ ഇടയിൽ കൂടെ അതിലേക്ക് റൗണ്ടിൽ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ മുഴച്ചിക്കണ കണ്ടാലറിയാം. ഉണ്ടോ, കേബിൾ മുഴച്ചിക്കണ. ഇനി ഒന്ന് ടാപ്പ് കൂടെ ചുറ്റിയാൽ ലേശം ലൂസ് കുറയ്ക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ ഈ എൻഡിലായിട്ട് ടാപ്പ് കിട്ടാം. ഇപ്പോൾ ഇതിനിട്ട് ചെറിയ ടൈറ്റിലായിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് ഒടുങ്ങിയിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യാം, ഇതൊക്കെയാണ് ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോ ആർമറും എന്ത് ചെയ്യുക, വെച്ച് തീമൽ വെച്ച് കട്ട് ചെയ്യുക. ഓരോ ആർമറും ഇങ്ങനെ ചെതറി വെച്ചിട്ട് മറ്റേ റിങ്ങിൻ്റെ എൻഡിൽ വെച്ച് കട്ട് ചെയ്യുക. ഇതുപോലെ എൻഡെല്ലാം കട്ട് ചെയ്ത് വൃത്തിയിൽ എൻഡിലേക്ക് ചാടിക്കണക്ക് ഒന്നും കൂടി കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് കറക്റ്റ് കേബിളിൻ്റെ ലെവലിൽ ചെയ്യുക. ഈ തുമ്പ് ലേശം അധികമാണ്, ഇത് കട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ ഫുള്ള് ക്ലിയർ ചെയ്ത ശേഷം ഇതുപോലത്തെ ഇതിൻ്റെ അടിയിലുള്ള ഈ വാഷർ ഉണ്ടല്ലോ, അതുപോലത്തെ വാഷർ ഇതിൻ്റെ ടോപ്പിലിടുക. ഈ വാഷർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക. മുകളിൽ ഇട്ടുകൊടുത്തതിന് ശേഷം
ഈ റിങ് ഇടുക. അപ്പോൾ നമ്മളെ ഗ്ലാൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ റിങ് അങ്ങോട്ട് ഊരിയെടുക്കുക, പുറത്തൂടെ എടുക്കുക. എന്നിട്ട് ഈ കേബിള് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക. ഈ ഹോൾസിൻ്റെ ഉള്ളിലൂടെ കേബിൾ കയറ്റിയിട്ട് ലാസ്റ്റ് ചെയ്ത് നെട്ടിട്ട് കൊടുക്കുക. നെട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ത്രെഡ് മേലെ ടൈറ്റ് ചെയ്യുക. അതോടുകൂടി ഗ്ലാൻഡിങ് കഴിഞ്ഞു.